ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാൽ എന്താണ്? അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് മലയാളത്തിൽ വർത്തമാനകാലം എന്ന് പറയുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലത്തിൽ നടക്കുന്ന ക്രിയകൾ, ക്രിയ പറഞ്ഞു വെച്ചാൽ വെർബ്, അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ പ്ലേ ഫുട്ബോൾ. ഞാൻ പന്ത് കളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എവ്രിഡേ റെഗുലർ വെർബ്സ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അതായത് പതിവായിട്ട് നടക്കുന്ന ക്രിയകൾക്കുണ്ടാവും, അതായത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ ഐ ഗോ ടു കോളേജ് എവ്രി ഡേ. ഞാൻ ദിവസവും കോളേജിൽ പോകുന്നു. അതായത് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. എവ്രി ഡേ റെഗുലർ വെർബ്. ഓക്കെ, കൗസ് ഗീവ് മിൽക്ക്. പശുക്കൾ പാല് തരുന്നു, അല്ലേ? പശുക്കൾ പാല് തരുന്നു. ദീസ് ആർ ദ 2 എക്സാമ്പിൾസ് ഫോർ എവ്രി ഡേ റെഗുലർ വെർബ്സ്. ഇനി എപ്പോഴും ഉള്ള ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എറ്റേണൽ ട്രൂത്ത്. അടുത്തൊരു പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് എറ്റേണൽ ട്രൂത്ത്, അതായത് പൊതുവായിട്ടുള്ള തത്വങ്ങളും ചില സത്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. മിൽക്ക് ഈസ് വൈറ്റ്. പാൽ വെളുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് കമ്മിങ്. ഇനിയിപ്പോൾ എന്തെങ്കിലും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യാം. അതായത് സ്കൂൾ റീ ഓപ്പൺസ് ഓൺ മൺഡേ. തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. സ്കൂൾ റീ ഓപ്പൺസ് ഓൺ മൺഡേ മീൻസ് സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വരാൻ പോകുന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആക്ഷൻ ഓർ ഇവൻറ്റ് ഹാപ്പൻഡ് ഇൻ പാസ്റ്റ്. അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ഐ സോ ഹിം യെസ്റ്റർഡേ. ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ മീൻസ് ഞാൻ ഇന്നലെ അവനെ കണ്ടു, കഴിഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് ഹീ ബിൽറ്റ് എ ഹൗസ്. അവനൊരു വീട് പണിയിച്ചു. ഹീ ബിൽറ്റ് എ ഹൗസ്. അവനൊരു വീട് പണിയിച്ചു. അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവത്തെയാണ് നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് തിങ്സ് ദാറ്റ് വർ ഡൺ റെഗുലർലി ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞു പോയ കാലത്ത്, അതായത് പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞു പോയ കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വി വെൻറ്റ് ടു ചർച്ച് എവ്രി ഡേ. ഹി ഓഫൺ ഗോട്ട് അപ്പ് വെരി ഏൺലി. ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അടുത്തത് ഹി ഓഫൺ ഗോട്ട് അപ്പ് വെരി ഏൺലി. അവൻ മിക്കവാറും, ഓഫൺ എന്ന് പറയുന്നത് ഇവിടെ എന്താ? മിക്കവാറും. അവൻ മിക്കവാറും വളരെ നേരത്തെ ഉണരുമായിരുന്നു. ഇങ്ങനെയുള്ള ഈ 2 കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. അതായത് ആക്ഷൻ ഓർ ഇവൻറ്റ് ഹാപ്പൻഡ് ഇൻ പാസ്റ്റ്, അല്ലെങ്കിൽ തിങ്സ് ദാറ്റ് വർ ഡൺ റെഗുലർലി ഇൻ ദ പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്ത് എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. Simple future tense. It is used to talk about things that will happen in the future. അതായത് ഇനി വരാൻ പോകുന്ന കാലത്തിൽ അല്ലെങ്കിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഐ ഷാൾ റൈറ്റ് ദ എക്സാമിനേഷൻ. ഞാൻ പരീക്ഷ എഴുതും. അപ്പോൾ ഫ്യൂച്ചറിൽ എഴുതും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഷാൾ റൈറ്റ് ദ എക്സാമിനേഷൻ. ഞാൻ പരീക്ഷ എഴുതും. ഹി വിൽ നോ ദ ട്രൂത്ത്. അവൻ സത്യം പറയും. അവൻ സത്യം അറിയും. അപ്പോൾ ഫ്യൂച്ചറിൽ അവൻ ഈ സത്യം അറിയും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവൻ സത്യം അറിയും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, so these are the three tenses, that is simple present tense, simple past tense, simple future tense. ഇതുപോലെ ഒരു മരം വരച്ചിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ വേഗം ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കേട്ട് നോക്കുക. അതിൽ ഞാൻ മലയാളത്തിൽ ഓരോ എക്സാമ്പിളിൻ്റെ മീനിങ്സും മലയാളത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എഴുതിയെടുക്കുക. റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് നോക്കാം. ഓക്കെ.